ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആകുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്തെന്ന് ഒന്ന് പരിഗണിക്കൂ ഗൈസ്. നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് ഓർക്കൂ ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ലോക ഫുട്ബോളിലെ തന്നെ പ്രസ്റ്റീജിയസ് അവാർഡ്സിലൊന്ന് അത് തന്നെ യെസ്, ഓരോ താരങ്ങളും അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായി കാണുന്നതൊന്ന്, അവരുടെ എന്താ പറയുക, അവർ ഓരോരുത്തരും കൊതിക്കുന്ന ആ ഒരു അവാർഡാണത്. യെസ്, ഒരുപക്ഷെ ലോകകപ്പ് എന്ന ഫുട്ബോൾ ലോകത്തെ വിശ്വമാമാങ്കം, ആ വിശ്വ കിരീടം ഏറുന്ന ഓരോ താരങ്ങളും അവർ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെടുന്നതും ഒരുപക്ഷെ ഈ അവാർഡ് കിട്ടുമ്പോഴും അവർ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ടാവാം. അത് തന്നെ ബലൻഡിയോർ പുരസ്കാരം. ഫ്രഞ്ച് ഫുട്ബോൾ മാഗസീൻ ഓരോ വർഷം ഓരോ സീസണിലെയും പെർഫോമൻസിന് സമ്മാനിക്കുന്ന അതേ പുരസ്കാരം. ലോകത്തെ അത്രമേൽ പ്രൗഢഗംഭീരമായ അവാർഡുകളിൽ നിന്ന്, അത്രമേൽ എന്താ പറയുക, സംതൃപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന അവാർഡുകളിലൊന്ന്. അതിന്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു, നമുക്ക് അതിലേക്ക് പോവാം. അതായത് ഒക്ടോബർ 26 ഇതിന്റെ ഈ വർഷത്തെ ഈ സീസണിലെ അവാർഡ്, ബലൻഡിയോർ അവാർഡ് നൽകപ്പെടുക. ഒരുപാട് താരങ്ങൾ ഇപ്പോഴുണ്ട്, മെസ്സി ഉൾപ്പെടെ, സാക്ഷാൽ ലിയോ മെസ്സി ഉൾപ്പെടെ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഒക്ടോബർ 26 നൽകപ്പെടുന്നത്. മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ലണ്ടനിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. സാധാരണ ഫ്രഞ്ച് ഫുട്ബോൾ മാഗസീൻ കൊടുക്കുന്നതുകൊണ്ട് പാരീസിൽ വെച്ചാണ് നടക്കുന്നത്. എന്നാൽ പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് ഇത് മാറ്റപ്പെടുന്നു. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, അത് അവരറിയിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇംഗ്ലീഷ് ഇതിഹാസം ആദ്യമായി 70 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി നേടിയ ഇംഗ്ലീഷ് ഇതിഹാസം ത്തിന് വേണ്ടി മാത്യു സ്റ്റെർലിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇതിഹാസത്തിന്റെ ആദരവ്, അദ്ദേഹത്തിനോട് ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ഇത് ലണ്ടനിലേക്ക് മാറ്റുന്നത് എന്ന് അവർ അറിയിക്കുന്നു. ഇതാണ് ഇപ്പോൾ ലണ്ടനിലേക്ക് മാറ്റാനുള്ള കാരണം എന്നാണ് അവർ അറിയിക്കുന്നത്. കാരണം 70 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹമാണ് ഇത് ആദ്യമായി നേടുന്നത്. സോ എല്ലാം തീരുമാനമായി കഴിഞ്ഞു. ഇനി ആ സ്വർണ്ണ പതക്കം, ആ 12 കിലോ, ഒരുപക്ഷെ അത്രയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കുമ്പോൾ അതാണ് അറിയുന്നത്. അത്രയുമുള്ള ആ ഒരു സ്വർണ്ണ പതക്കം ആരുടെ കൈകളാണ് അത് ഏറ്റുവാങ്ങാൻ പോകുന്നത്? നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റു വീഡിയോ വരുന്നതിന്